സായാഞ്ജലി ഭാഗം 20. സായി അവളുടെ നെറ്റിയിൽ ഒരു സ്നേഹചുംബനം നൽകി. എന്നിട്ട്, അഞ്ജലി, നീ പുറകിലെ ആകാശത്തിലേക്കൊന്ന് നോക്കിയേ, സായി പറഞ്ഞു. അഞ്ജലി തിരിഞ്ഞു നോക്കിയതും, വാവ്, വാട്ട് എ വൈബ്രന്റ് ബ്യൂട്ടി. ആകാശത്ത് വിരിഞ്ഞ മഴവില്ലിലേക്ക് നോക്കി അഞ്ജലി പറഞ്ഞു. എ റെയിൻബോ ഇസ് ദ സ്കൈസ് ലവ്ലി ഗാർഡൻ എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ, സായി പറഞ്ഞു. പ്രകൃതിയുടെ മനോഹരമായ ആ കാഴ്ച ആസ്വദിച്ച് അവർ നിന്നു. മഴ തോർന്നതും അവർ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. തിരിച്ചവർ നാടെത്തിയപ്പോൾ, സായ്, നമുക്ക് അമ്മൻ കോവിലിലൊന്ന് കയറിയിട്ട് വീട്ടിലേക്ക് പോകാം. അഞ്ജലി പറഞ്ഞത് പ്രകാരം അവർ അമ്മൻ കോവിലിലേക്ക് പോയി തൊഴുതു. അഞ്ജലി സായിയുടെ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടുകൊടുത്തു. അവരുടെ പ്രണയത്തിൻ്റെ ചൈതന്യത്താൽ ആ അമ്പലനട 1000 തിരിയിട്ട് തെളിച്ചതുപോലെ ശോഭിതമായി. തിരിച്ചെത്തിയ സായി അവരുടെ യാത്രയെക്കുറിച്ച് മഹിമയോടും അമ്മയോടും അച്ചമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അനുരാധ ക്ലാസ് കഴിഞ്ഞ് അവിടേക്ക് എത്തിയത്. എന്താണ്, ഇന്ന് എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ വിശേഷം? സായ്, ഇന്ന് ഇത്രയും നേരത്തെ എവിടെ പോയതായിരുന്നു? അനുരാധ ആകാംക്ഷയോടെ ചോദിച്ചു. മോളെ, ആ വിശേഷം കേട്ടാൽ നിനക്ക് വളരെ സന്തോഷമാകും, അച്ചമ്മ പറഞ്ഞു. അതെ അനു, നിന്നോട് കുറച്ച് ദിവസമായി പറയണമെന്ന് കരുതി നടക്കുന്നു. ഇന്നാണ് അതിനു പറ്റിയ സമയം. ഐ ആം ഇൻ ലവ്. അത് കേട്ടപ്പോൾ അനുരാധയ്ക്ക് സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അനുരാധയ്ക്ക് ഉറപ്പായിരുന്നു സായി സ്നേഹിക്കുന്ന പെൺകുട്ടി അവൾ തന്നെ ആയിരിക്കുമെന്ന്. സായിയുടെ വായിൽ നിന്നും അനുരാധയുടെ പേര് കേൾക്കാൻ കൊതിച്ചുകൊണ്ട്, ആരാണ് ആ പെൺകുട്ടി എന്ന് അനുരാധ ചോദിച്ചു. അവളുടെ സന്തോഷം ഇല്ലാതാക്കിക്കൊണ്ട് പെട്ടെന്നാണ് അഞ്ജലിയുടെ പേര് സുമലത പറഞ്ഞത്. ചീട്ടുകൊട്ടാരം പോലെ ഒരു നിമിഷം കൊണ്ട് അവൾ അത്രയും നാൾ കണ്ട സ്വപ്നങ്ങളും മോഹങ്ങളുമെല്ലാം തകർന്നടിയുകയായിരുന്നു ആ നിമിഷം. അഞ്ജലിയെക്കുറിച്ച് മഹിമയും സുമലതയും അച്ചമ്മയുമൊക്കെ വായി തോരാതെ പറയുന്നത് കേട്ട് പ്രതിമ പോലെ അനുരാധ കേട്ടു നിന്നു. അഞ്ജലിയെ പറയുമ്പോൾ സായിയുടെ മുഖത്തെ സന്തോഷം കണ്ട് അനുരാധയുടെ തൊണ്ട പൊട്ടി. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അനുരാധ സായിയെ നോക്കി. മനസ്സിൽ അനുരാധ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ മുഖത്ത് വരാതിരിക്കാൻ അനുരാധ അവരുടെ മുന്നിൽ നന്നെ കഷ്ടപ്പെട്ടു. എല്ലാം കേട്ടു കഴിഞ്ഞതിന് ശേഷം തൻ്റെ വേദന പുറത്തു കാണിക്കാതെ, ഓ ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ് സായ്, അനുരാധ വേദനയോടെ പറഞ്ഞു. സായ് അവൻ്റെ ഫോൺ എടുത്ത് ഇന്നിവർ പോയപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം അനുരാധയ്ക്ക് കാണിച്ചു കൊടുത്തു. വാവ്, നൈസ് സെലക്ഷൻ, അനുരാധ പറഞ്ഞു. ബാത്റൂമിൽ ഷവർ ഓൺ ചെയ്ത് സായിയെ നഷ്ടപ്പെട്ടതോർത്ത് അവൾ ആ ഷവറിന് താഴെ നിന്ന് പൊട്ടിക്കരഞ്ഞു. തൻ്റെ വേദന ആരെയും അറിയിക്കാതെ എല്ലാവർക്കും മുൻപിൽ അനുരാധ അഭിനയിച്ചു. എന്നാൽ 1-2 ദിവസം കഴിഞ്ഞതോടെ അനുരാധയ്ക്ക് ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. മറ്റൊരു പെൺകുട്ടിയെ മോഹിച്ച് നടക്കുന്ന സായിയെ കാണാൻ അനുരാധയുടെ മനസ്സിന് അപ്പോൾ ശക്തി ഉണ്ടായിരുന്നില്ല. അവൾ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കാൻ ആഗ്രഹിച്ചു. മുൻപ് പഠിച്ചിരുന്ന കോളേജിൽ റീയൂണിയൻ ആണെന്ന് കളവ് പറഞ്ഞ് അനുരാധ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് വരുമ്പോൾ ഈ ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ആവേശവും സന്തോഷവുമായിരുന്നു അനുരാധയ്ക്ക്. എന്നാൽ തിരിച്ചു പോകുമ്പോൾ കൈപ്പിടിയിലെ മണ്ണ് കൂടി ചോർന്നു പോയ പോലെ തോന്നി. തിരിച്ചുവരവിനെ കുറിച്ചറിയാൻ സായി ഓരോ തവണ അനുരാധയെ വിളിച്ചപ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അനുരാധ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിച്ചും യാത്ര ചെയ്തും അവൾ ആശ്വാസം കണ്ടെത്തി. പതിയെ സായിയുടെ പ്രണയം അനുരാധ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിച്ചും യാത്ര ചെയ്തും അവൾ ആശ്വാസം കണ്ടെത്തി. പതിയെ സായിയുടെ പ്രണയം അനുരാധയുടെ മനസ്സ് അംഗീകരിക്കാൻ ശ്രമിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആത്മവിശ്വാസത്തോടെ അനുരാധ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങി. വളരെ സന്തോഷത്തോടെ തന്നെയാണ് അനുരാധ സായിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. സായിയോടും കുടുംബത്തോടും അനുരാധ പഴയ പോലെ തന്നെ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞു. സായിക്ക് അഞ്ജലിയോടുള്ള പ്രണയം അനുരാധയുടെ മനസ്സ് അംഗീകരിച്ചെങ്കിലും അവനോടുള്ള അവളുടെ പ്രണയം ഒരു മധുര സ്വപ്നം പോലെ അനുരാധ മനസ്സിൽ സൂക്ഷിച്ചു. ഒരു ദിവസം അനുരാധ അഞ്ജലിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം സായിയോട് പറഞ്ഞു. അനുരാധയെയും മഹിമയെയും കൂട്ടി സായി അഞ്ജലിയുടെ പൂക്കടയിലേക്ക് ചെന്നു. അഞ്ജലിക്ക് അനുരാധയെ സായി പരിചയപ്പെടുത്തി. അഞ്ജലിയെ അനുരാധയ്ക്ക് വളരെയധികം ഇഷ്ടമായി. അവർ തമ്മിൽ ഒരുപാട് അടുത്തു. സായിയോടും മഹിമയോടുമുള്ള അതേ സ്നേഹവും ബഹുമാനവും അനുരാധയ്ക്ക് അഞ്ജലിയോട് തോന്നി. മനസ്സിലെ കാർമേഘം പെയ്തൊഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം
അഞ്ജലി അവളുടെ പ്രയത്നം കൊണ്ട് തന്നെ ഒരു ജോലിയിൽ കയറി. അഞ്ജലി അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു കരിയർ സ്വന്തമാക്കിയതിനു ശേഷം സായിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം നടത്താൻ വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ചു. ഇരു കൂട്ടരുടെയും കുടുംബങ്ങൾ ചേർന്ന് ഒരാഘോഷമായി തന്നെ അവരുടെ നിശ്ചയം നടത്താൻ അവർ തീരുമാനിച്ചു. സായും അഞ്ജലിയും അവരുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും മാത്രം ചേർന്ന് വളരെ ലളിതമായ രീതിയിൽ അമ്മൻ കോവിലിൽ വെച്ച് മോതിരം മാറ്റൽ ചടങ്ങും അതിനുശേഷം മറ്റുള്ളവർക്കായി പാർട്ടിയും വെക്കാമെന്ന് ഇരുവരുടെയും മാതാപിതാക്കൾ തീരുമാനിച്ചു. നിശ്ചയ ദിവസം അതിരാവിലെ അമ്മൻ കോവിലിൽ സായും അഞ്ജലിയും അവരുടെ കുടുംബങ്ങളും എത്തി. സായ് ഒരു മുണ്ടും ജുബ്ബയും, അഞ്ജലി കൃഷ്ണന്റെ ചിത്രമുള്ള ഒരു ധാവണിയുമായിരുന്നു വേഷം. അവരെ കാണാൻ വളരെ മനോഹരമായിരുന്നു. അവർ എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ച ശേഷം സായും അഞ്ജലിയും ഇരുവരുടെയും കൈകളിൽ അവരുടെ പേര് പതിച്ച മോതിരം അണിയിച്ചു. സായ് അഞ്ജലിയുടെ വിരലിൽ മോതിരം അണിയുന്നത് കണ്ടപ്പോൾ അനുരാധയുടെ മനസ്സിൽ എവിടെയോ ഒരു ചെറിയൊരു വേദന തോന്നി. എല്ലാ പ്രണയങ്ങളും ഒരുമിക്കാനുള്ളതല്ല, ചിലത് മനസ്സിൽ തന്നെ ജീവിക്കാനുള്ളതാണെന്ന് അനുരാധ ചിന്തിച്ചു. നഷ്ടപ്രണയത്തിന്റെ വേദന ആ നിമിഷം അനുരാധ അറിഞ്ഞു. അത് മറച്ചുവെച്ചുകൊണ്ട് എല്ലാവരുടെയും സന്തോഷത്തിൽ അനുരാധ പങ്കുചേർന്നു. ചടങ്ങുകളെല്ലാം മംഗളമായി കഴിഞ്ഞപ്പോൾ ആൽത്തറയിൽ ഇരുന്ന് ഈ ചടങ്ങുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് ചെന്നു. സായിക്ക് അന്ന് ഈ അമ്പലത്തിൽ വെച്ച് പ്രസാദം നൽകിയ അതേ സ്ത്രീയായിരുന്നു അത്. സായ് ആ സ്ത്രീയെ കണ്ടതും അവർക്ക് അഞ്ജലിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ സ്ത്രീ അവളുടെ ഭാണ്ഡത്തിൽ നിന്നും ഒരു കുങ്കുമച്ചെപ്പെടുത്ത് അഞ്ജലിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട്, ഹരിദ്വാറിലെ സിന്ദൂരമാണിത്. ഇത് സീമന്തരേഖയിൽ തൊട്ടാൽ ദീർഘസുമംഗലിയായിരിക്കും എന്നാണ് വിശ്വാസം. നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ ഈ സിന്ദൂരം ഇവളുടെ നെറ്റിയിൽ നീ ചാർത്തണം എന്ന് സായിയോട് അവർ പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ അവിടെ നിന്നും നടന്നകന്നു. അഞ്ജലി ആ സിന്ദൂരത്തെ ഭദ്രമായി കൈവെള്ളയിൽ പിടിച്ചു. പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞതും പീച്ച് ലഹങ്കയിൽ അതീവ സുന്ദരിയായി അഞ്ജലി ആളുകളുടെ മുന്നിലേക്കെത്തി. അഞ്ജലിയുടെ സൗന്ദര്യം കണ്ട് നിൽക്കുന്നവരെ എല്ലാം അതിശയിപ്പിച്ചു. വാട്ട് എ ബ്യൂട്ടി എന്ന് പലരും പറഞ്ഞു. സായ് സാർ വീണുപോകാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. എന്തൊരഴകാടോ ഇത് എന്ന് ആനന്ദ് ഡോണയോട് പറഞ്ഞു. സായും അഞ്ജലിയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് പെർഫെക്റ്റ് കപ്പിൾസ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചില ഇഷ്ടങ്ങൾ കടന്നു വരാറുണ്ട്. ആ ഇഷ്ടങ്ങളാകും ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും വേദനയും എന്ന് അനുരാധ ചിന്തിച്ചുകൊണ്ട് സായും അഞ്ജലിയും അവരുടെ ജീവിതത്തിലെ പ്രധാന നിമിഷത്തെ ആഘോഷിക്കുന്നത് അനുരാധ ചെറിയൊരു വേദനയോടെ നോക്കി നിന്നു. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സന്തോഷം കാണുമ്പോൾ അനുരാധയ്ക്ക് അവരെ അനുഗ്രഹിക്കാനേ കഴിഞ്ഞുള്ളൂ. അനുരാധയുടെ മുഖത്ത് എന്തോ ഒന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് സായിയുടെ ഓഫീസിലെ സ്റ്റാഫായ ഡിംപിൾ ശ്രദ്ധിച്ചു. ഓഫീസിലെ പാർട്ടിയുടെ അന്ന് ഡിംപിൾ അനുരാധയെ ശ്രദ്ധിച്ചിരുന്നു. അനുരാധയ്ക്ക് സായിയോടുള്ള പെരുമാറ്റവും ഇടപഴകലും അവർ അന്ന് തൊട്ടേ ശ്രദ്ധിച്ചിരുന്നു. ഡിംപിളിന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങി. അനുരാധ എത്ര മറച്ചു പിടിച്ചിട്ടും അവളുടെ കണ്ണുകൾ എന്തോ പറയുന്നുണ്ടെന്ന് ഡിംപിളിന് മനസ്സിലാക്കി. ഡിംപിൾ ഒരു വൈൻ ഗ്ലാസുമായി അനുരാധയുടെ അരികിലേക്ക് ചെന്നു. ഹലോ അനുരാധ മാം, ഐ ആം ഡിംപിൾ. അന്ന് ഓഫീസിലെ പാർട്ടിയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡിംപിൾ അനുരാധയുമായി ചങ്ങാത്തം കൂടാൻ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഡിംപിൾ അടുക്കുന്നത്? തുടർഭാഗത്തിനായി കാത്തിരിക്കുക.